വിവാഹത്തിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെയും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വാല്യൂ സിസ്റ്റം എല്ലായ്പ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നതല്ല. അതിനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഒരു ടൈം കഴിയുമ്പോൾ അത് ആ മാറ്റം സംഭവിക്കുന്നത് പലതരത്തിലായിരിക്കും. സാമൂഹികമായിട്ടുള്ള മാറ്റത്തിനനുസരിച്ചും സാമ്പത്തികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഈ വാല്യൂസ് അല്ലാതെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും. അതിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂ സിസ്റ്റമായിട്ട് വളരെ മാച്ചുള്ള ആളായിരുന്നു നമ്മുടെ പാർട്ട്ണർ എന്ന് ഉണ്ടാവുക തുടക്കത്തിൽ. പക്ഷേ പലതരത്തിൽ ഈ പറയുന്ന പല മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ചേരാത്തൊരു പാർട്ട്ണറായി മാറി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയമാകുമ്പോഴേക്കും. അപ്പൊ തീർച്ചയായിട്ടും അത് രണ്ടുപേർക്ക് അത് മനസ്സിലാവേണ്ടതുണ്ട്. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർ മാറാൻ തയ്യാറാവുന്നുണ്ട്. അത് മാറാൻ തയ്യാറാവുന്ന പാർട്ട്നേഴ്സിനെ ഈ സമൂഹവും അതിനനുസരിച്ച് മാറണമെന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സമൂഹം ഇവിടെ മാറാൻ തയ്യാറാവേണ്ടതുണ്ട്. അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. സമൂഹത്തിലുള്ളവര് നമ്മളെല്ലാവരും അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് മാറ്റം സംഭവിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികൾ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ എല്ലാതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ചുറ്റുപാടുകളും മാറുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. ഒപ്പം തന്നെ നമ്മുടെ വാല്യൂ സിസ്റ്റവും മാറുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റങ്ങൾ വരാം. അപ്പൊ അവർക്ക് വേർപിരിയാനാണെങ്കിൽ വേർപിരിയാനും, മാറി താമസിക്കാനാണെങ്കിൽ മാറി താമസിക്കാനും, അവര് സെപ്പറേറ്റ് ആവേണ്ടതുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവാനും, മറ്റൊരു പുതിയൊരു പാർട്ട്ണറിനെ കണ്ടെത്താനും, ഇപ്പൊ നിലവിലുള്ള ഈ വാല്യൂ സിസ്റ്റവുമായിട്ട് മാച്ച് ആവുന്ന മറ്റൊരു പാർട്ട്ണറെ കണ്ടെത്താനുള്ള സാഹചര്യവും ഇവിടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ഒരു തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യവും നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നതോടെയാണ് ആ ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലാതെ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പവിത്രമായുള്ള ബന്ധം ജീവിതകാലം മുഴുവനും ഭയങ്കര ദ്രോഹത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ ആളുകൾ എന്ത് പറയും, നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് പറയും, നമ്മുടെ കൊളീഗ്സ് എന്ത് പറയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊക്കെ എന്തൊക്കെ പറയുമോ, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് പോയാൽ എന്തൊക്കെ അവർ പറയുന്നു, മറ്റുള്ള ബന്ധുക്കളുടെ മുഖത്ത് എങ്ങനെ ഞാൻ നോക്കുക എന്നുള്ള ഭയപ്പാടിലാണ് പല ആളുകളും നമ്മുടെ ഈ ഒരു മാരേജ് സിസ്റ്റത്തിലൂടെ. ഈ കഷ്ടപ്പാടാണെങ്കിൽ പോലും മറ്റൊരാളോട് ഒന്നും തുറന്നു പറയാതെ അവര് ഹാപ്പിയാണ്, ഞങ്ങളുടെ മാരേജ് ലൈഫ് ഹാപ്പിയാണെന്ന് കാണിച്ചുകൊണ്ട് അഭിനയിക്കേണ്ട ഒരു സ്ഥിതി വരികയാണ്. പിന്നീട് അത് ജീവിതകാലം മുഴുവൻ അഭിനയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും പല ദമ്പതികളും പോകുന്നത്. അതിനു പകരം അവർ മാറി ചിന്തിക്കേണ്ട സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അവരെ സഹായിക്കുകയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ സഹായിക്കാനുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമ ആർട്ടിസ്റ്റുകൾ എല്ലാവരും പലവരും ഡിവോഴ്സ് ആയിട്ട് ഒന്നും രണ്ടൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ളവരാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതല്ലാതെ ഇതാണ് അവരുടെ ആ തുടക്കത്തിലുള്ള വാല്യൂ സിസ്റ്റമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പാർട്ട്ണർ അവർ കിട്ടുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കാലം കഴിപ്പിക്കും ആ വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വാല്യൂ സിസ്റ്റം മാറിയതിനനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാവും ജീവിതത്തിനോടുകൂടി. അപ്പൊ മാറുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് അവർ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത്. അതെന്തുകൊണ്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഹാപ്പി ആയിട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത്. നമ്മൾ എല്ലാവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അവരെ തള്ളിപ്പറയാനും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ ഒരു ആംഗിളിലൂടെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കേണ്ടത്. മതങ്ങളെല്ലാതും പറയുന്നത് അങ്ങനെയല്ല, ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മതങ്ങളാണ് നമുക്ക് ചുറ്റുപാടിലുള്ളത്. മതത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മനുഷ്യരാണെന്നും മനുഷ്യൻ്റെതായിട്ടുള്ള ഈ പ്രകൃതിയുടെ മാറ്റങ്ങളും സ്വഭാവങ്ങളും ഉണ്ടെന്നുള്ളതും ആ ഒരു സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവ് ഓരോ മനുഷ്യന്മാർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ പാർട്ട്ണർക്കും അത് ഉണ്ടാവാം, നമുക്കും ഉണ്ടാവാം. അപ്പൊ തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിന് നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അവരെ മറ്റൊരു പാർട്ട്ണറെ കണ്ടെത്താൻ നമ്മൾ കൂടി സഹായിക്കുന്നിടത്താണ് നമ്മുടെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതല്ല നമുക്ക് മാറ്റം വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പാർട്ട്ണറായിട്ട് തുടർന്ന് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിനെ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തുടർന്ന് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വഴി കൂടിയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൂമെന്റുകളാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.